പരാശക്തി എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ഈ സിനിമയ്ക്ക് ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് എങ്ങനെ വന്നെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഗംഭീര സിനിമ, മസ്റ്റ് വാച്ച് മൂവി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് പരാശക്തി. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ തിയേറ്ററിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമ പറയുന്ന വിഷയം അത് നല്ല രീതിയിൽ തന്നെ സുധ കൊങ്കാര അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. നല്ല രസമായിട്ട് സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റി ആയാലും ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ശിവ കാർത്തികേയനാണ് ഈ സിനിമയിൽ നായകനായിട്ട് വരുന്നത്. അടിപൊളിയായിട്ട് പുള്ളി ആ റോള് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. പക്ഷേ ഈ സിനിമ ആദ്യം അനൗൺസ് ചെയ്ത സമയത്ത് സൂര്യ ചെയ്യേണ്ട റോളാണ് ശിവ കാർത്തികേയൻ ചെയ്തത്. അപ്പോൾ സൂര്യ ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഒന്ന് ലെവൽ മാറിയാണ് ഈ സിനിമയുടെ. കാരണം ആ ഒരു ആക്ടറിന്റെ കാലിബർ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ശിവ കാർത്തികേയൻ ഒട്ടും മോശമാക്കിയിട്ടൊന്നുമില്ല. പുള്ളി നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് രവി മോഹനാണ്, നമ്മുടെ ജയം രവി. പുള്ളിയാണ് ഈ സിനിമയിൽ വില്ലനായിട്ട് വരുന്നത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ആ ഒരു റഫ് ക്യാരക്ടർ നല്ല രീതിയിൽ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശിവകാർത്തികേയൻ്റെ അനിയനായിട്ട് വരുന്ന അഥർവയുടെ കഥാപാത്രമാണ്. പുള്ളി നല്ലൊരു സർപ്രൈസിങ് എലമെന്റ് ആയിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഈ സിനിമയിൽ എനിക്കൊരു ബോറ് പെർഫോമൻസ് തോന്നിയത് നായികയായിട്ട് വരുന്ന ശ്രീലീലയാണ്. ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ശ്രീലീല ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഇമ്പാക്ട് കിട്ടിയാണ് സിനിമ. അതുപോലെ തന്നെ നമ്മുടെ ബേസിൽ ജോസഫിന്റെ ഒരു കഥാപാത്രമുണ്ട്. 5 സെക്കൻഡോ 10 സെക്കൻഡോ ഉള്ളൂ പുള്ളി സ്ക്രീനിൽ. പക്ഷേ ആ സീൻ നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. നല്ല രസമായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. 1960 ഇന്ത്യ ഗവൺമെന്റ് ഹിന്ദി എന്ന ലാംഗ്വേജ് ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് എല്ലാ സ്റ്റേറ്റ്സിലും ഹിന്ദി സംഭവങ്ങൾ ആക്കിക്കൊണ്ട് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തമിഴ്നാട്ടിൽ ഇതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് രൂപീകരിക്കുന്നതാണ് സിനിമയുടെ ഒരു പ്ലോട്ടായിട്ട് വരുന്നത്. ഇതൊരു റിയൽ സ്റ്റോറിയാണ്, നടന്ന സംഭവമാണ്. അപ്പോൾ ഈ സംഭവത്തിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് സുധാ കൊങ്കാര ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സിനിമയിൽ ഫിക്ഷണൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് സിനിമയ്ക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ സിനിമ കണക്റ്റായി. ഓരോ സീനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം കാണിക്കുന്നതും ക്യാരക്ടേഴ്സിന്റെ ആ ഒരു പ്രസന്റേഷനും അവരുടെ ആർക്കും ക്യാരക്ടർ ആർക്കും സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ അത് കൺവേ ആകുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഡയറക്ഷനും വന്നിട്ടുണ്ട്. GVP ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സോങ്സ് ആയാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് പറയാനുണ്ടെങ്കിൽ ഈ സിനിമ മൊത്തം ലെങ്ത് 2.25 മണിക്കൂറുണ്ട്. ഒരു 20 മിനിറ്റ്സ് കട്ട് ചെയ്തിട്ട് ട്രിം ചെയ്ത് ഇറക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു സിനിമക്ക്. കാരണം ഇതിൽ നായകനും നായികയും തമ്മിലുള്ള കുറച്ച് പ്രേമവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 2 സോങ് എക്സ്ട്രാ വരുന്നുണ്ട്. അത് സിനിമയുടെ ലെങ്ത് കൂട്ടാനാണ് കാരണമായത്. അപ്പോൾ അത് സിനിമയ്ക്ക് ഒരു ഗുണമായിട്ട് തോന്നിയില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പരാശക്തി തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് മോശം സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നല്ല സിനിമകൾ മോശം റിവ്യൂ കാരണം വിജയിക്കാതെ പോകുന്നത് വളരെ കഷ്ടമാണ്. നമുക്ക് അറിയാത്ത ഒരു ചരിത്രം അവരത് പറയുന്നുണ്ട് ഈ സിനിമയിലൂടെ. അപ്പൊ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും കണക്റ്റ് ആവും. എന്തായാലും തിയേറ്ററിൽ തന്നെ കണ്ടുവെക്കുക പരാശക്തി. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.